എല്ലാവർക്കും നമസ്കാരം. നിരമലാണ്. ഇന്ന് ഞാനൊരു വേറിട്ടൊരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്താം. രാവിലെ ഞാൻ ജാതിക്ക പറക്കാൻ വേണ്ടി വന്നായിരുന്നു. എൻ്റെ ഏലന്തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിലെ സൂക്ഷിപ്പുകാരനാണ്. ഈ പുള്ളിയായിരിക്കും ഒരു പക്ഷേ ഹൗവായെ പറ്റിച്ച ടീം. കാരണം നമ്മുടെ തോട്ടത്തിൻ്റെ നടുവിൽ ഉള്ള ഒരാളാണ്. ഇത് കാണിച്ചു തരാം. എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കണ്ടല്ലോ, ഇതുണ്ടോ? രാവിലെ നന്മതിന്മകളെക്കുറിച്ചുള്ള പഴം പറിക്കണോ വേണ്ടോ എന്ന് ആലോചിക്കാൻ വന്ന എന്നെ ദയനീയമായിട്ടാണ് ഉള്ളി നോക്കുന്നത്. നോക്കി. പക്ഷേ അവൻ ദയനീയമായിട്ടാണ് നോക്കുന്നതെങ്കിലും ഞാൻ വളരെ ഭയാനകമായിട്ടാണ് അവനെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജാതിക്കയൊക്കെ പെറുക്കി തോട്ടിയൊക്കെ ആയിട്ട് പതുക്കെ ഈ മൂത്ത കായൊക്കെ പറിക്കാമെന്ന് ഓർത്തുകൊണ്ട് വെളിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആശാൻ്റെ ഇരിപ്പ്. കാരണം ഇതിനു മുമ്പ് ഞാനൊരു പ്രാവശ്യം ഇതുപോലെ ജാതിക്ക പറിച്ചുകൊണ്ട് നിന്നപ്പം എൻ്റെ ഷോൾഡറിൽ കൂടിയാണ് നേരെ താഴോട്ട് വീണത്. ഇന്ന് പുള്ളി ഇവനൊരു മൈൻഡും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രശ്നക്കാരനല്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടാണ്. അത് ഞാൻ പേടിച്ച് നിൽക്കുമെന്ന് അതിനാണ്. പുള്ളി നല്ല ധൈര്യത്തില്ല. എനിക്ക് കാറ്റിൻ്റെ താളത്തിൽ നല്ല മന്ദമാരുതൻ അടിച്ച് ഊഞ്ഞാലാടി നിൽക്കുക. ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഈ സംഭവം. അതായത് ടോപ്പിലാണ്. ഇതുണ്ടല്ലേ, ജാതിയുടെ ഏറ്റവും ടോപ്പിൽ പുള്ളി സെറ്റായിട്ട് നിൽക്കുന്നത്. എന്നാണേലും പുള്ളിക്കൊരു മൈൻഡില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കിറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ തോട്ടമാണേലും പുള്ളി അവിടെ ഇരിക്കട്ടെ. കാരണം ഒരു കാവൽക്കാരൻ ആവശ്യമാണ് എല്ലാത്തിനും. പാമ്പാണേലും പഴകിയ നല്ലതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ബായ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.